guys, here we go. Where's the place, man? This is Sultan Bathery Forest Garden. ഇവിടെ നല്ല ആനയുണ്ടാവും, കടുവയുണ്ടാവും, കരടിയുണ്ടാവും, എല്ലാം ഉണ്ടാവും. പാമ്പ് ഇങ്ങനെ പോവും, നല്ല വലിയ പാമ്പ്. എങ്ങനെയല്ല നമ്മള് കഴിക്കേണ്ട സ്ഥലത്ത് കഴിച്ചാൽ അതിന്റെ ഒരു സാധനം കിട്ടുള്ളൂ അല്ലേ? ഇപ്പൊ എല്ലായിടത്തും മന്തിയുണ്ട്, മന്തി എല്ലാവർക്കും ഉണ്ട്, മന്തി എല്ലാവർക്കും വീട്ടിൽ വേണം ഉണ്ടാക്കാം. പക്ഷെ അത് കഴിക്കേണ്ടതായ ഒരു സാധനമുണ്ട്, ഒരു ഫ്ലേവർ, ഒരു ടേസ്റ്റ്നെസ് ഉണ്ട്. ആ സാധനം വെള്ളത്ത് പോയി കഴിക്കണം. ഞാൻ എന്നെ അറിയാവുന്ന നല്ല സാധനം നല്ല സ്ഥലത്ത് പോയി മാത്രം കഴിക്കാം, അല്ലാണ്ട് പേരിന് വേണ്ടി കഴിച്ചിട്ട് കാര്യമില്ല. അതെനിക്ക് മന്തിയുമായി തരും. നമ്മൾ പിന്നെയും ഏതോ ഒരു ഹൈവേയിലെത്തി. വീഡിയോ ഒക്കെ എടുക്കും. ഇതാണ് കട, നമ്മളെത്തി. അങ്ങനെ നമ്മളിവിടെ എത്തി. അതായിരുന്നു നമ്മുടെ സീറ്റ്, പണ്ട് മെയിൻ സീറ്റ് നമ്മുടെ പടയായിരുന്നു. നമ്മുടെ സീറ്റ് മാറ്റി സീറ്റ് കിട്ടി, അത് മാത്രമേ ഉള്ളൂ ഇവിടെ. ഓക്കെ, അപ്പം കാണാം. അപ്പോൾ ഗൈസ് നമ്മളുടെ ഫുഡ് വന്നു. ചേടാ അത് ടൊമാറ്റോ ഇതൊന്ന് കഴിച്ചോണ്ടിരിക്കാം. ആക്കാൻ തിന്നിട്ട് മൊത്തം പിടിച്ചിരിക്കുക. ഫയർ പോലെ നടന്നു. ഇത്രയും ബാക്കിയുണ്ട്. നല്ല മന്തിയാ. ക്യാമറയിൽ നോക്കി കിളിച്ചോണ്ടിരിക്കാണ്ട് വേറെ തിന്ന് ഇരിക്കാൻ ഇറങ്ങിയിട്ട് മണിക്കൂർ പറയും. വേണ്ടോ, ഞാൻ അവിടെ തിന്നു കയറും. അയ്യോ, രണ്ടാമത്തെ അതെ, ഇങ്ങനെ ഇരിക്കുക കുറേ നേരമായി. വന്നിട്ട് ഇപ്പോൾ 1 മണിക്കൂറായി ഈ ഒരു ഇരിപ്പാ. ഞാൻ വിചാരിച്ചു സ്പീഡ് മോഷനിൽ ഇട്ടായിരുന്ന ഒരു പെട്ടെന്നായാലേ. സ്പീഡ് മോഷനിലിടണോ? സ്പീഡ് മോഷനിലിടണോ? എന്ത് വട്ടം വരച്ചിരിക്കുന്നത്? അത്തപ്പൂക്കളം മത്സരം ഇടുന്നതല്ല, വേഗം തിന്നി. അനിശയൊന്നും കാണണ്ട. ആ വായിൽ വെക്കുന്നതിന് മുക്കാലും നിലത്ത് പാത്രത്തിലേക്ക് വീഴുന്നു. എന്താണ് സത്യമാണ് പറയും. നമ്മൾ ഫുഡ് കഴിക്കാൻ നമുക്ക് ആ ടേസ്റ്റിൽ അങ്ങനെ കഴിക്കും അല്ലേ? ലാസ്റ്റ് എത്താകുമ്പോഴേക്കും ഒരു മത്ത് പിടിക്കും അല്ലേ? ആ മത്ത് പിടിക്കുന്നില്ല ഇപ്പം അല്ലേ? ശരിയല്ലേ പറഞ്ഞ? പൈസ കൊടുത്തിട്ട് പറയാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞതല്ല, അത്രയും പറഞ്ഞു. ഓഫ്, എൻ്റെ മോനെ ഏതാ സാധനം അറിയോ ഗൈസ്? നിങ്ങളുടെ മന്തി ലവേഴ്സ് ഉണ്ട്, മെൻഷൻ കമൻറ്റ് ബിലോ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് ആൻഡ് ബെല്ലൈക്കൺ അമർത്ത് പ്ലീസ്. അടുത്തെന്ന് തോന്നുന്നു. എല്ലാം നോക്ക്, 2 ചിക്കൻ പീസ് ഉണ്ടോ? മൊത്തം തീർന്നു.
അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടെ കഴിച്ചു. ഇതാണ് വണ്ടി എടുക്കുന്നു. ഇനി അടുത്ത സ്ഥലത്ത് പോയി കാണാം. മൊബൈലാ എൻ്റെ തക്കലുണ്ടോ വണ്ടിയുടെ തക്കലുണ്ടോ? നമ്മളുടെ റിസോർട്ടിലെത്തി. എൻ്റെ കണ്ണടിച്ച് പോയി എന്ന് തോന്നുന്നു. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോവാം. മന്തിയൊക്കെ കഴിച്ച് തോന്നുന്നു. വീട്ടിലേക്ക് പോകും. Best place, man. This is Sultan Batteri Forest Garden. ഇവിടെ ആന ഉണ്ടാവും, കടുവ ഉണ്ടാവും, കരടി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പാമ്പ് ഇങ്ങനെ പോവും, നല്ല വലിയ പാമ്പ്. ഹൈട്ടൊക്കെ ഭയങ്കര ഹൈട്ടൊക്കെ പോസ്റ്റ് പിടിപ്പിക്കാൻ പോലും ജനങ്ങളുടെ അടുത്ത് നിന്ന് നല്ലോണം ചൂണ്ടുന്നുണ്ട്. പിന്നെ ഏത് കാട്ടിക്കൂടെയൊക്കെ കൊണ്ടുപോകുന്നത്. ഷോർട്ട് കട്ട് തമ്പുരാനെ അതെന്റെ ഡയലോഗാണ്. ഈ നാറി വലിയ ഡയലോഗ് അടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ക്യാമറ ഉണ്ടെങ്കിൽ ഇറങ്ങി നടന്നു നോക്കാം. അതല്ലേ ഞാൻ ഇവിടെ നടന്നു വരാൻ അങ്ങോട്ട്. അഞ്ച് മീറ്ററുള്ള ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് അവൻ 1 കിലോമീറ്റർ അപ്പുറം പോയി നിൽക്കുക. എന്നാൽ നടത്താൻ വേണ്ടിയിട്ട് അറിഞ്ഞോണ്ട് നടത്തിയൊരു പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊരു ചെറ്റല്ലേ ദാറ്റ് ഫുൾ. അയ്യോ മാൻ, ഞാൻ എനിക്ക് ദൂരം നടക്കണമെന്ന്. അവൻ അങ്ങ് ദൂരെയാണ്. അപ്പോൾ തൊട്ടടുത്ത് അവിടെ സ്കൂളിൻ്റെ അടുത്താണ് ക്യാമറ ഉള്ളത്. അവൻ എന്നെ കൊണ്ട് ദൂരം നടത്തിക്കാൻ നോക്ക്. So guys, we're gonna drive and I'm gonna be the driver. മറിക്കോ ഇത് പേടി തുറന്നാണ് കേസ്. നമ്മൾ നല്ല രീതിയിലുള്ള വണ്ടി ഓടിക്കാം. ഓക്കെ, ക്യാമറ ഓടിക്കാം. വണ്ടിയിൽ കാറ്റ് അവിടെയാണ്.
ഞങ്ങളെന്തായാലും നനഞ്ഞ് കുളിച്ചിട്ട് അവിടെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നല്ല മഴ വരുന്നുണ്ടല്ലോ, സ്കൈയൊക്കെ ഫുള്ള് മാറിയിട്ടുണ്ട്. അവിടെ എത്തുമ്പോഴേക്ക് പുഴുങ്ങി അരിയായിട്ട് ചോറായിട്ട് തിന്നേണ്ടി വരുമായിരിക്കും. പക്ഷെ എന്താ കാറ്റടിച്ച് വന്നിട്ടാണ് ഉള്ള പോവല്ലേ. 16 40 അടിക്കാൻ വേണ്ട 16. എടാ 16 ഉള്ളായിരുന്നു. ഓ ടെക്നോളജി ഇതിപ്പോൾ ഉള്ള ഭാരത് പെട്രോളിയത്തിലാണ് ബത്തേരി. ഞാൻ നേരെ വെക്കൊണ്ട് ദാഹിക്കുന്നുണ്ട്. ഒരു ജ്യൂസ് വാങ്ങിത്തരോടാ, ജ്യൂസ് വാങ്ങിത്തരോ? എന്താ വേണ്ട? ജ്യൂസ് വാങ്ങിത്തരോ? ജ്യൂസ് വാങ്ങിത്തരോ? എന്താ നീ മിണ്ടാത്തെ? വെറുതെ വാങ്ങിത്തരോന്നില്ല. അത് ഭീഷണിയാ, ക്യാമറ വെച്ചിട്ട് ഭീഷണിയാ. ഇനിയിപ്പോ പറഞ്ഞില്ലേ നമുക്ക് സാധനം ഇടാലോ. 2:50 എപ്പോൾ എത്തോ. ഒരു മഴയുടെ രസമൊക്കെ ഉണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കാശി പോട്ടെ ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഷോർട്ട് കട്ട് കൂടെ പോകുന്നത്. കാട്ടുവഴി കൂടെ തമിഴ്നാട് എത്തി. തമിഴ്നാട് കേരള കടന്നു കഴിച്ചു. ഇനി ഏത് പട്ടിയും ചോദിക്കാൻ പറ്റത്തില്ല. ഇനി തമിഴ്നാട്ടിലെ ചോദിക്കാൻ വരുള്ളൂ. ഞാമന്മാർ എൻ്റെ വേണം. ഇവിടെ ആന ഉണ്ടാവും ഗൈസ്. നമുക്ക് ഭാഗ്യമുണ്ടോ ഞാൻ ആനനെ കാണിച്ചത്. ഇവിടെ കുളമാക്കിയോ? അത് പണ്ടേ ഉള്ള വൃത്തിയാക്കുന്നേ ഉള്ളൂ. മീൻ പിടിച്ചിട്ട് പോയാലോ? പിടിച്ചോ. കുളിച്ചിട്ട് പോയാലോ? ഞാൻ മറന്നു. It's my heart, man. അപ്പോൾ നമ്മൾ അടുത്തൊരു ഓഫ് റോഡിൽ കൂടെ പോകാൻ പോവാണ്. ഇവിടെ റോഡ് കാണാൻ നല്ലതാണ്. കുഴപ്പമൊന്നും പോയിക്കാൻ നേരം. നമ്മുടെ കയ്യിൽ കൂട്ടുണ്ടി ആയതുകൊണ്ട് ഇതിൽ കൂടെ പോകാമല്ലോ. വണ്ടിയിലുണ്ട്. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലെത്തി. തമിഴ്നാട് പോയിക്കൊണ്ടിരിക്കുക. Guys, welcome to heaven. പിന്നെ അല്ല അടിപൊളിയാണോടാ, അടിപൊളിയാണ്. നിങ്ങളിപ്പോൾ കാണാൻ പോകുന്ന ടൗണ് ഇടയ്ക്ക് റീൽസിലൊക്കെ ആനേനെ കണ്ടോ? നിലാക്കൂട് എന്നാ പറയാം. ഇവിടെ ഒരു ആനയിലായിരുന്നു, അരിക്കൊമ്പൻ്റെ മെയിൻ സ്പോട്ടായിരുന്നു. ആയിരുന്നു പണ്ട്. ഇതിൻ്റെ ആരുടെ കൊണ്ടുവന്നു വിട്ട അരിക്കൊമ്പനെ ഇവിടെ? കുറച്ച് ലോങ് റിലേഷനാണ്. ഞങ്ങൾ അത് ലോറിയിലാണ് കൊണ്ടുവിട്ടത്. പിന്നെ പുള്ളി ഇവിടെ തന്നെയായിരുന്നു. പിന്നെ പുള്ളിക്ക് വരാൻ താല്പര്യം. ഈ ഫോട്ടോ കണ്ടു വെച്ചോ, റീൽസൊക്കെ വരുന്നുണ്ടാവും. ഇവിടെ നമ്മൾ ആനനെ കണ്ട ഈ ടൗണിൽ കൂടെ ഇങ്ങനെ ചുറ്റി നടക്കും. വന്ന് കഴിച്ച്. അപ്പോൾ നമ്മൾ എത്താറായി. നല്ലൊരു മഴയുണ്ട്. അതിനായി പറയാം പ്ലാൻ ചെയ്ത് അവിടെ പോകാന്നുള്ളതാണ്. അവിടെ പോകാം, അതിൻ്റെ അപ്പുറം നോക്കാം. മഴ അല്ലേ? കണ്ടോ, ഇതാണ് ഞങ്ങളുടെ നാട്. ഇവിടെ നല്ല മഴ കാരണം ഇവിടെ നല്ല നാട്ടിൽ പെയ്യുന്ന മഴയൊന്നും നീ നിങ്ങളുടെ നാട്ടിലെന്തായാലും ഇവിടെ ഒരു സുഖമല്ല. നല്ല മഴ
സമയം എന്ന് വെച്ചാൽ നല്ല മഴ വരാൻ പോകും. വീട്ടിലെത്താൻ പറ്റുമോ? വന്നില്ലല്ലോ. വരും വരും. അതിന് മുമ്പ് നമുക്ക് വീട്ടിലെത്താൻ പറ്റുമോ? പറ്റും. ചിലപ്പോ നാടുകാണ് ചുരം കയറിക്കൊണ്ടിരിക്കുന്നുണ്ടാവുള്ളൂ മഴ. പിന്നെ ട്യൂഷൻ്റെ ആയതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് കൂടെ അങ്ങ് പോവാ. മഴയുടെ ഇടയ്ക്ക് കൂടെ ബാറ്ററി ആടി പോലെ. കണ്ണിലോ? നമ്മളെത്തി എത്തി എത്തി. മിന്നൽ കിട്ടി ചെറുതായിട്ടൊന്ന് കിട്ടി. അതാണ് വീട്. പുറത്ത് നല്ല മഴ കണ്ടോ? ഇത് കണ്ടോ? Guys, I'm gonna show a view, man. ഫുള്ള് കോട കൊണ്ട് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുകയാണ്. ഫുള്ള് കോടയാണ്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകണം, ഒരു അടിപൊളി സ്പോട്ടിലേക്ക് പോകണം. ഫുള്ള് കോട പറഞ്ഞാൽ ഫുള്ള് കോടയാണ്. റൈഡർ ശിവമോഹനാണ് വണ്ടി ഓടിക്കുന്നത്. സുഭാഷ് അണ്ണൻ വഴിയിൽ കയറിയിട്ടുണ്ട്. എടാ അങ്ങനെ നിർത്തിയെടുക്കല്ലേ, ഒന്ന് മെല്ലെ ഇതാക്കിയിട്ട് കയറ്റും. ഓണ്ട് എടുക്കെടുക്ക് പോട്ടെ. റബ്ബിയല് നല്ല ചെളിയല്ലേ, വിചാരിച്ചതല്ല. നമുക്ക് എടുക്കടാ, ഇതൊരു വിഷയമല്ല, നീ എടുത്തോ. മെല്ലെ റബ്ബിയിൽ മെല്ലെ അയ്യൻ്റെ മോനെ, മെല്ലെ പോട്ടെ, മെല്ലെ റബ്ബിയിൽ ആ ഇതിൽ പോട്ടെ, റബ്ബിയാണ്ട് പോട്ടെ. Yes, that's it, man. Let's go. റബ്ബിയ തന്നെ പോയെ. നീ എങ്ങനെ ഇറക്കുമെന്ന് അറിയില്ല guys. 220 എടുത്താ കളിന്ന്. നിനക്ക് റബ്ബിയില്ലേ എടാ മണ്ട, റബ്ബിയിൽ തെന്നി പോവും. അയ്യോ അടിയിലെ നൈസ് സ്പോട്ട് മാൻ. അയ്യോ എടാ ഇവിടെ വഴിയുണ്ടാ. ഞാൻ ടയർഡാ ഗൈസ്. അയ്യോ ഇന്നലെ ഒരു സംഭവം ഉണ്ടേ. ഞങ്ങൾ സാധാരണ കുളിക്കുന്നൊരു സ്പോട്ടുണ്ട്. അവിടെ ഞങ്ങൾ കുളിക്കുന്നുണ്ടിട്ട് വേറെ ചങ്ങായി ഒന്ന് കുളിച്ച് പുള്ളി വെള്ളത്തിനടിയിൽ ചെളിയിൽ താഴ്ന്നു പോയി. ഫുള്ള് സീനായി. അവസാനം ഫയർഫോഴ്സൊക്കെ വന്നിട്ടാണ് രക്ഷിച്ചത്. മടുത്തുട്ടോ. അടിപൊളി സ്പോട്ടാണ്. ഞാൻ കയറട്ടെ കാണുമ്പോൾ വലിയ തോന്നില്ലല്ലോ. നല്ല കുത്തനുണ്ട്. ഓ മാൻ
തെന്നി പോകണ്ടിരുന്ന മതി. അല്ല താഴേക്ക് എങ്ങനെ പോവോ? വേറെ വഴിയുണ്ടോ? ഒന്നല്ലെങ്കിൽ നേരം കറക്കും, അത്രേ ഉള്ളൂ. പിന്നല്ല സുഖമായി എന്നിട്ട് ഫയർഫോഴ്സൊക്കെ വന്ന് എന്നിട്ടാണ് പുള്ളിയെ മരിച്ചു കേട്ടോ. പക്ഷെ വെള്ളമൊന്നും കുടിച്ചിട്ടില്ല, ശ്വാസം മുട്ടിയാണ് മരിച്ചത്. ചെളിയിൽ കാല് ഇതായി. പിന്നെ വന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി തന്നെ കയറി ഒരു ഇത്. ഇത്ര ഒരു ഡെഡ്ലി പ്ലേസ് ആയിരുന്നു. സാറല്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യണോ പറഞ്ഞിട്ട് കാര്യമില്ല. നിർത്തറ ഇവിടെ അവിടെ പോടാം. നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ അടുത്ത സ്പോട്ടിലേക്ക് പോകണേ. ഇവിടെ അടിപൊളിയാണ് കേട്ടോ. നല്ല ചുറ്റിങ്ങനെ ഫുള്ള് കോട മഞ്ഞിലിങ്ങനെ കവറായിട്ട് ഒരു മറ്റേ നമ്മളെ കോടമഞ്ഞ് ഉണ്ണിയെ സുജാതനായി താരന്ന ആ സാധനം പാടാൻ പറ്റിയ കറക്റ്റ് സിറ്റുവേഷനാണ്. ഫുള്ള് കോടമഞ്ഞ് ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് കാണിച്ചത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല. ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ. നമ്മുടെ ഡ്രൈവർ നമ്മളെ കൊണ്ട് ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി പോവാണ്. ദിസ് ഈസ് ദ വ്യൂ മാൻ. അമേസിങ് ആക്ച്വലി കേട്ടോ. നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. കാരണം ഇതിപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും ഇവിടെ ഇപ്പോൾ മെയിനായിട്ട് ഇവർ എന്നാ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു സ്പോട്ടായിട്ടാണ് ഇവിടെ ഇപ്പോൾ ആക്ച്വലി പോകുന്നത്. യെസ്, നമ്മളിപ്പോൾ ഇടാൻ പോകുന്ന വീഡിയോ ട്രെൻഡായി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മാറിയെന്ന് വരാം. സോ ഗായ്സ്, ലൈറ്റൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ഫോണിൻ്റെ ലൈറ്റൊക്കെ വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാണ്. അത്യാവശ്യം നല്ലോണം ഡാർക്കായിട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ലൈറ്റ് ഇങ്ങനെ ക്യാമറയിൽ സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇതാക്കുന്നത്. നമ്മുടെ അവിടെ ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് അപ്പുറം നമ്മൾ നിന്ന സ്ഥലത്ത് കുറച്ച് ആൾക്കാർ വന്നു. അവർ കാറും കൊണ്ടാണ് വന്നത്, അവർക്ക് കയറാൻ പറ്റിയില്ല. പക്ഷെ നല്ല അല്ലേ, അത് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഞാൻ ചെറിയൊരു കമ്പിലെടുത്ത് തൊട്ട് കാണിച്ചു തരാം. ഇതുണ്ടോ? ഇതിൻ്റെ അറ്റത്ത് കണ്ടോ സൂര്യനെ? കണ്ടോ? ഇതാണ് സൂര്യൻ. കണ്ടോ? നല്ല രസമുണ്ട് കേട്ടോ അവിടെ. മൊത്തം പച്ചപ്പായിരിക്കും. ആണോ? ഫുള്ള് പച്ചപ്പായിരിക്കും. പൂവൊക്കെ ഉണ്ടോ? വരുന്നേ ഉള്ളൂ. ഏത് സീസണിൽ ഉണ്ടാവുക? ഏകദേശം മഴക്കാലത്ത്. ആണോ? ഗായ്സ്, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇതാ ഗോപുരം എങ്ങനെ സൗണ്ട് വെക്കല്ലേ, ഒരു നേച്ചറിൽ ഇങ്ങനെ മുഴുകിയിട്ടുള്ളൊരു സൗണ്ട്, കുറേ കിളികളുടെ ഒക്കെ സൗണ്ട് ഇങ്ങനെ കേൾപ്പിച്ചു തരാം. കേൾക്കുമോ എന്നറിയില്ല, ജസ്റ്റ് ട്രൈ ചെയ്യാം. ഓക്കെ. So guys, look at the view man. നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. ബട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം നല്ല മഞ്ഞാണ്. നല്ല അടിപൊളി മഞ്ഞിൽ ഞങ്ങൾ മോളൊന്നും കാണുന്നില്ല. നല്ല മഞ്ഞത്താണ്, ഒന്നും കാണുന്നില്ല. നല്ല ലൈറ്റ് വരുന്നുണ്ട്. ഇപ്പം ജസ്റ്റ് മിസ്. നല്ല മഞ്ഞാണ്, ഫുള്ള് മഞ്ഞാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനത്തെ മഞ്ഞത്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി വരുമ്പോൾ കാട്ടി തരാം. ആണോ? ഫുള്ള് മഞ്ഞാണ്, നമുക്കൊന്നും കാണാൻ പോലും പറ്റാത്ത മഞ്ഞാണ്. നമ്മൾ നേരെ വീട്ടിലേക്ക് കൊണ്ടുകൊടുക്കുകയാണ്. ഒന്നും കാണാൻ പറ്റില്ല. നല്ല നൈറ്റായി. ഞങ്ങൾ കുറച്ച് നേരം നാച്ചുറൽ വൈബൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങളിങ്ങനെ നൈസിൽ വരുമായിരുന്നു. ഒരു ചെറിയൊരു കട്ടൻ ചായയും ജോൺസൺ മാഷിൻ്റെ പാട്ടും കേട്ട് ഞങ്ങൾ മെല്ലെ ഇങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയാണ് ഗൈസ്, നല്ല മഴ, നല്ല കോട മഞ്ഞ്. ഫീൽ ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. സുഭാഷിൻ്റെ ഫാദർ നല്ല മീൻകറി ഉണ്ടാക്കി. നല്ല മീൻകറിയിൽ ചോറ് കഴിക്കണം. ഫാദറല്ല, മദറാണ് ഉണ്ടാക്കിയത്. ഇതാണ് സുഭാഷിൻ്റെ അച്ഛൻ കേട്ടോ. ഹായ് എടുത്തോ, എൻ്റെ ബ്ലോഗ് വീഡിയോ ഹായ് എടുത്തോ.
യൂട്യൂബ് കൊടുത്തോ? കൊടുക്കില്ല? ചേട്ടാ അമ്മ കൊടുക്ക്. ഹായ് കൊടുക്ക്. ഹായ് തരില്ല. കൊടുത്തോ? ഒന്നും പറ്റുന്നില്ല. ഹായ്. ഓക്കെ, സബ്സ്ക്രൈബ് കറ ഗൈസ്. സോ ഇനി ഫുഡ് കഴിച്ചിട്ട് നേരെ കിടന്ന് ഉറങ്ങണം. നാളെ രാവിലെ ചെറിയ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാണ് ആശാൻ. അപ്പോൾ നാളെ രാവിലെ ചെറിയ പ്രോഗ്രാംസ് ഉണ്ട്. നമുക്ക് നാളെ രാവിലെ കാണാം. ആയില്ല, ഉറങ്ങാനായിട്ടില്ല. ഇനി ചെറിയ പരിപാടികളുണ്ട്. ഫ്രിഡ്ജിൽ ഇന്ന് ഉച്ചയ്ക്ക് കാണിച്ച ഐസ് മൊത്തം ഞാൻ ഇരുന്ന് കുത്തിയിരുന്ന് കഴിച്ച്. സീനായിരുന്നു. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ ചോറിനായിരിക്കുകയാണ്. ചോറിന് കഴിഞ്ഞിട്ട് ഹേ ഗായ്സ്, ലുക്ക് അറ്റ് ദിസ് മാൻ. വളരെ ടയേർഡാണ്. കാലും കൈയൊക്കെ നല്ലോണം. നിങ്ങൾ വിചാരിക്കും പറയുമ്പോൾ എപ്പോഴും ഈ ടയേർഡാണല്ലോ. ഗൈസ്, ഞങ്ങൾ ഇന്ന് ഭയങ്കര ഓഫ് റോഡൊക്കെ ചെയ്ത് 220 ഞങ്ങൾ ഫുൾ ഓഫ് റോഡൊക്കെ ചെയ്ത് ഇങ്ങനെ വരികയായിരുന്നു. അപ്പോഴാണ് നല്ല ചെളിയിൽ തെന്നി വീണേ. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, സ്വാഭാവികം. അയ്യോ, കിടന്നുറങ്ങണം. കട്ടിലെടുക്കുന്നുണ്ടോ? ദിസ് ഈസ് ഹിസ് റൂമാ. എല്ലാം ഫുള്ള് സാധനങ്ങളുടെ മുകളിൽ. ഓക്കെ, സീ യു ഗൈസ് സൂൺ.